ഹായ് ഹലോ. ഇന്ന് ഞാനൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് കോഴിമുട്ട ഇവിടെ പുഴുങ്ങിയത് ചെറുതായിട്ട് ഇതാക്കിയിട്ടുണ്ട്. അതിനൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഓവർ ഉടക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ആ വലിയ പീസൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഉള്ളി, വലിയ ഉള്ളി, അതുപോലെ തക്കാളിയൊക്കെ ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മയോനസും അതുപോലെ തന്നെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പുമാണ് ഒഴിച്ചിട്ട് നല്ല മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ പൊരിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി ചിക്കൻ കേട്ടോ അതിലേക്ക് ചെറിയ രീതിയിൽ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ കൂട്ടൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മളെ ബ്രെഡ് കൊണ്ടുള്ള സാൻഡ്വിച്ചാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. ഇതിലേക്ക് ചിക്കൻ ഓപ്ഷണലാണ്. നമ്മൾ എഗ്ഗ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ബ്രെഡ് ഇവിടെ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തിട്ടതിന് ശേഷം അതിലേക്ക് ഞാൻ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചൂടാക്കുന്നൊന്നുമില്ല കേട്ടോ, നല്ല ചൂടിലാണ് ബ്രെഡ് ഇരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.